അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒമാനൂർ ഉസ്താദൊക്കെ ഉണ്ടല്ലോ, ഒമാനൂർ ഉസ്താദ് മൈക്കിൽ വരി. എന്തായാലും റൂഫ് സാഹിബിന്റെ ശബ്ദം കേൾക്കുന്നില്ല, അദ്ദേഹം പുറത്തു പോയിട്ടുണ്ടല്ലേ, DC ആയിട്ടുണ്ട്. എന്തായാലും മറ്റാരെങ്കിലും നമ്മുടെ ഒമാനൂർ ഉസ്താദൊക്കെ കിസി ഒമാനൂർ ഉസ്താദൊക്കെ ക്ലാസ് റൂം കേൾക്കുന്നുണ്ട്. അവരൊക്കെ പറ്റുന്ന ആളുകളൊക്കെ മൈക്കിൽ വരണം. അദ്ദേഹം റൂഫ് സാഹിബ് അദ്ദേഹത്തിന്റെ സൗണ്ടിന്റെ പ്രോബ്ലമാണ്, സെറ്റിങ്സിന്റെ എന്തോ പ്രോബ്ലം ഉണ്ട്. എന്തായാലും എത്തിയിട്ടുണ്ട്, മൈക്കിൽ വിഷയൊന്നും. നമ്മുടെ ബൈലക്സിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് ഓഡിയോ സെറ്റിങ്സ് ഉണ്ടാവും ബൈലക്സിന്റെ. അതിൽ പ്രൈമറി സൗണ്ട് ക്യാപ്ചർ ഡ്രൈവർ എന്നത് എന്ന സെറ്റിങ്സ് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ ആപ്ലൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ സ്റ്റീരിയോ മിക്സ് ആക്കിയാലും മൈക്രോഫോൺ ഏത് എനേബിൾ ചെയ്താലും നമുക്ക് പ്രശ്നം വരില്ല, ഓട്ടോമാറ്റിക്കലായിട്ട് കിട്ടും. അല്ല നമ്മൾ അതിൽ മൈക്രോഫോൺ ആയാൽ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. മൈക്രോലീസ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ടെക്നോളജി എന്നത് ചില സമയത്ത് ടെക്നോളജി ആയി മാറുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ടെക്ക് തരുന്നതാണ്. അല്ല, അത് പെട്ടെന്ന് എന്നും മൈക്ക് എടുക്കുന്ന 2 ദിവസമായിട്ട് എടുത്തിട്ടില്ല, ഓൺ ചെയ്തിട്ടില്ല, ഓൺലൈനിൽ വരാറില്ലായിരുന്നു. അപ്പൊ നോക്കുമ്പോ എന്തോ അറിയില്ല, എവിടേക്ക് പോയിട്ട് ഓഫ് മറ്റേ മൈക്കൊക്കെ ഇതായിട്ടുണ്ട്. ഞാൻ സ്റ്റീരിയോ മിക്സിൽ തന്നെ സ്റ്റേ ആയിട്ട് ഇടുന്ന ആളാണ്. പക്ഷെ അതെല്ലാം അൽഹംദുലില്ലാഹ് ശരിയായിട്ടുണ്ട്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട KICRലെ ഉസ്താദന്മാരെ, സയ്യിദന്മാരെ, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ചരണമുദ്ര എല്ലാ ദിവസവും നടത്താനുള്ള പ്രയാസം ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാലോ. പ്രവാസ ജീവിതത്തിനിടയിൽ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ, കാരണം തിരക്ക് പിടിച്ചൊരു ജീവിതം, ചിട്ടയില്ലാത്തൊരു ജീവിതം, പ്രവാസ ജീവിതത്തിലെ ഒരു ചിട്ടയില്ലാത്ത ജീവിതക്രമങ്ങളുടെ ഇടയിൽ പലപ്പോഴും പലതും നമുക്ക് വരുന്നത് കൊണ്ട് സമയമൊന്നും ക്ലിപ്തമായി പറയാൻ കഴിയാത്തൊരവസ്ഥയുള്ളത് കൊണ്ടാണ്. ഏതായിരുന്നാലും 2 ദിവസം മുടങ്ങി, ഖേദമുണ്ട്. സുഹൃത്തുക്കൾ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒഴിവ് ദിവസങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി സമസ്ത കേരള ജമിഅത്തുൽ ഉലമായുടെയും അല്ലാത്തതുമായ ഈ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഇന്ന് കാണുന്ന ഇസ്ലാമിക വിജ്ഞാനത്തിന് അഭിവൃദ്ധി നൽകാൻ കാരണമായിട്ടുള്ള പണ്ഡിത കേസരികളെയും അതുപോലെ തന്നെ ഉമറാക്കളെയും ഒക്കെ പരിചയപ്പെടുക എന്നതാണ് ചരണമുദ്ര എന്ന നമ്മുടെ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു 15-10 അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന, ഏറിപ്പോയാൽ അരമണിക്കൂർ, അതിന്റെ ഉള്ളിൽ തീരുന്ന ഒരു അവതരണമാണ്, ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ്. പഠിക്കാൻ താല്പര്യമുള്ള KICRലെ എല്ലാവർക്കും, എനിക്ക് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ കഴിഞ്ഞകാല പോയ ജീവിച്ചിരിക്കുന്നതുമായ ഉലമാക്കളുടെ ജീവിതം നമ്മൾക്കൊരു മാതൃകയാകുകയും ആ ജീവിതത്തിലൂടെ നമ്മുടെ പരലോക സൗഖ്യം വർദ്ധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമായുടെ പഴയ കാലത്തെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയാൻ കഴിയുന്ന ഒരു പണ്ഡിതനായിരുന്നു മൗലാന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളെ കുറിച്ച്. നമ്മളൊക്കെ അധിക പേരും വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ എന്ന പേര് കേട്ടിട്ടുണ്ട്. സുന്നി യുവജന സംഘത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെയൊക്കെ വിദ്യാഭ്യാസ ബോർഡിന്റെയൊക്കെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ചുക്കാൻ പിടിച്ചിരുന്നത് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത് അധിക പേരും ഉസ്താദിന്റെ ജീവചരിത്രത്തിലൂടെ കടന്നു പോകാൻ വാളക്കുളം അബ്ദുൽ ബാരി
നമ്മൾ കടന്നു പോകാൻ പ്രയാസം, കേട്ടിട്ടുണ്ടാവാൻ വളരെ പ്രയാസമായിരുന്നു. ബഹുമാനപ്പെട്ടവര് കേവലം നമ്മളൊക്കെ അന്നത്തെ കാലത്ത് സമസ്തയുടെ പ്രവർത്തനത്തിന് 25 രൂപ സംഭാവന നൽകി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു വലിയ ഉമറാവിന്റെ കൂട്ടത്തിലുള്ള ഒരു പണ്ഡിതനായിട്ട് കൂട്ടുന്നതിനപ്പുറം ബഹുമാനപ്പെട്ട ഉസ്താദ് വലിയ പണ്ഡിതനും സൂഫി വര്യനും അതോടൊപ്പം ചിന്തകനും എഴുത്തുകാരനും ഒക്കെയായിരുന്നു. ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. വിജ്ഞാനത്തിന്റെ നിഖില മണ്ഡലങ്ങളിലും സർവമേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കടന്നുപോയ ആ പണ്ഡിതൻ ഹിജറ 1298 വാളക്കുളം, പേരിൽ സൂചിപ്പിക്കുന്ന വാളക്കുളം എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയാണ് ജനിച്ചിട്ടുള്ളത്. വളക്കുളം എന്ന് പറഞ്ഞാൽ കോട്ടക്കലിനടുത്ത്, പുതുപ്പറമ്പിനടുത്ത്, അതിൽ അതിലെ വരാം, അല്ലെങ്കിൽ പൂക്കിപ്പറമ്പ്, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും വളക്കുളം വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. ബഹുമാനപ്പെട്ട പുതുപ്പറമ്പ് എന്നൊക്കെ നമുക്ക് വാളക്കുളം പുതുപ്പറമ്പിലാണ് എന്ന് തന്നെ പറയാം. വാളക്കുളം പുതുപ്പറമ്പ് എന്ന് പറയുന്ന ആ പ്രദേശവും ഇതൊക്കെ ആയിട്ട് വാളക്കുളം എന്ന് പറയാറുണ്ട്. പുതുപ്പറമ്പ് പോകുമ്പോൾ CH ഇദ്രീസ് മുസ്ലിയാർ, വാളക്കുളം ഉസ്താദ് ഇവരുടെയൊക്കെ ഖബറുകളെ സിയാറത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ പോയി ദീനിന്റെ സേവനത്തിന് 2 മഹാരഥന്മാർക്കും വലിയ പ്രത്യേകത. CH ഇദ്രീസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾക്കും വാളക്കുളം ഇവരുടെ ശ്രമഫലമായിട്ട് പള്ളിയായാലും മദ്രസയായാലും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനൊക്കെ അവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ, ആമീൻ എന്ന ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഹിജറ 1298 ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. വളരെ പൗരപ്രമുഖനും ഭക്തനുമായിരുന്ന വാളക്കുളം പോക്കു സാഹിബിന്റെ മകനായിരുന്ന ബഹുമാനപ്പെട്ട അൽഹാജ് ഖാജ അഹമ്മദ് എന്നാണ് പേര്, എങ്കിലും കോയമുട്ടി മുസ്ലിയാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് വാളക്കുളം ഉസ്താദിന്റെ വാപ്പ നവ്വറല്ലാഹു മറാഖിദഹുമ. ഇവരുടെ ഉസ്താദ് പേരറിയപ്പെട്ടിരുന്നത് കോയാമുട്ടി മുസ്ലിയാർ. കോയാമുട്ടി ഉസ്താദും വലിയ പണ്ഡിതനായിരുന്നു. കോയാമുട്ടി ഉസ്താദിന്റെ ജീവചരിത്രത്തിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് എത്തി നോക്കുന്നത് ശരിയായിരിക്കും എന്ന് തോന്നുകയാണ്. ബഹുമാനപ്പെട്ടവര് ഖാജ അഹമ്മദ് മുസ്ലിയാർ എന്ന കോയാമുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ 1260 കോട്ടക്കലിനടുത്ത കുഴിപ്പുറത്താണ് ജനനം. കുഴിപ്പുറം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒതുക്കങ്ങളിൽ നിന്നും വേങ്ങരയിലേക്ക് പാസ് ചെയ്യുക. കുഴിപ്പുറം ഒരു പുഴയോര പ്രദേശമാണ്. കടലുണ്ടി പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളാണ് കുഴിപ്പുറം എന്ന് പറയുന്ന പ്രദേശം. അതിന്റെ താഴേക്കിറങ്ങിക്കഴിഞ്ഞാൽ അത് വേങ്ങര റൂട്ടിൽ ഒതുക്കുന്നതിൽ നിന്നും വേങ്ങരയിലേക്ക് പോകുന്ന റൂട്ടിലാണ് കുഴിപ്പുറം. ഒരുപാട് പണ്ഡിതന്മാർ, ഓടക്കൽ കുടുംബത്തിന്റെയൊക്കെ കേന്ദ്രമായിരുന്നു ഈ കുഴിപ്പുറം എന്ന് പറയും. ഓടക്കൽ കുടുംബം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരുപാട് പണ്ഡിതന്മാരെ സംഭാവന ചെയ്ത താനൂർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ കുടുംബവുമായൊക്കെ പലപ്പോഴും വിവാഹ ബന്ധമുണ്ടായിട്ടുള്ള ഒരു കുടുംബമാണ് ഓടക്കൽ. അവരുടെയൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓടക്കൽ കുടുംബത്തിലെ പണ്ഡിതന്മാരൊക്കെ അള്ളാഹു അനുഗ്രഹിച്ചാൽ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ടവര് അവരുടെ പിതാവ് കോയാമുട്ടി മുസ്ലിയാർ 1260 കോട്ടക്കലിനടുത്തുള്ള കുഴിപ്പുറത്താണ് ജനിച്ചത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പ്രാഥമിക പഠനം നാട്ടിൽ നിന്ന് നേടിയതിനു ശേഷം ബഹുമാനപ്പെട്ടവർ കുഴിപ്പുറത്ത് തന്നെ ഓടക്കൽ കാളിയായിരുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ഹിജറ 1288 ഈ ലോകത്തുമായി വിട പറഞ്ഞുപോയി. മഹാനവറുകളുടെ ദർസിലാണ് പിന്നീട് ബഹുമാനപ്പെട്ട കോയാമുട്ടി മുസ്ലിയാർ എന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പാങ്ങിൽ നമ്മുടെ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ഉപ്പയെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ഓടക്കൽ ഖാദി കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ദർസിലാണ് ചേർന്നത്. അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ പിന്നീട് വിജ്ഞാനത്തിന്റെ ഉന്നത ശ്രേണിയുടെ കേന്ദ്രമായിരുന്ന അക്കാലത്തെ പൊന്നാനിയിലേക്ക് നീങ്ങി. അവിടെ ബഹുമാനപ്പെട്ടവർക്ക്
മഖ്ദൂം അഹമ്മദ് എന്ന വലിയ ബാവ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകൾ 1301 വഫാത്തായി. അതുപോലെ തന്നെ മറ്റൊന്ന് 1326 വഫാത്തായ ചെറിയ ബാവ മുസ്ലിയാർ, ഇവരുടെയൊക്കെ ശിക്ഷത്ത് നേടി. പിന്നീട് അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ 1292 നിര്യാതനായ ബഹുമാനപ്പെട്ട പരപ്പരങ്ങാടി അബൂബക്കർ കോയ മുസ്ലിയാർ എന്ന ഔക്കോയ മുസ്ലിയാർ, കേട്ടിട്ടുണ്ടാവൂലല്ലേ? ഔക്കോയ മുസ്ലിയാർ മമ്പറം തങ്ങളുടെ വലിയ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, ഉമർ ഖാദിയുടെയൊക്കെ ശിഷ്യനും മമ്പറം തങ്ങളുടെയൊക്കെ മുരീദൊക്കെ ആയിരുന്ന ഔക്കോയ ഖില്ലി ഉക്തുബൻ മാ ഖാലതി ഫി ലഹരി മിഹ്റാബിൽ മജീദിൽ ജുമഅത്തി എന്ന മമ്പറം തങ്ങളുടെ ബൈത്തിലുണ്ടല്ലോ അവസാന വരി. ഔക്കോയ മുസ്ലിയാർ, ഈ ഔക്കോയ മുസ്ലിയാർ പരപ്പങ്ങാടി നഹാ കുടുംബത്തിന് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ ശബ്ദം കേൾക്കാമല്ലോ, ഞാൻ DC യിലല്ലോ. അങ്ങനെ പരപ്പങ്ങാടിയിലെ ഔക്കോയ മുസ്ലിയാരുടെ ശിഷ്യത്വമാണ് പിന്നീട്. ഹലോ, ഞാൻ DC ആണോ? ഒരു ചലനമില്ല കേട്ടോ. ഹലോ 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 ഓക്കെ ഉണ്ടല്ലേ? അല്ല, ഞാൻ എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാൻ ഹലോ DC ആണോ എന്ന് ചോദിച്ചാലും മറുപടി ഇല്ല. എവിടെ എത്തിയെന്ന് അറിയില്ല. കാരണം നമ്മൾ ഈ റെഫർ ചെയ്ത് പറയുന്നതാവുമ്പോൾ അതിലേക്കും ശ്രദ്ധിക്കണമല്ലോ, ഇതിലേക്കും കൂടി നോക്കുക എന്ന് പറയുന്ന ഒരു വലിയ സാഹസമുണ്ട്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഒരു കരപ്പങ്ങാടിയിലെ അബൂക്കോയർ കോയ മുസ്ലിയാർ എന്ന ഔക്കോയ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ശിഷ്യത്വം നേടി. 1287 വഫാത്തായി പോയ കോയക്കട്ട അപ്പാണി കുഞ്ഞാമുട്ടി ഹാജി എന്ന മഹാപണ്ഡിതൻ ബഹുമാനപ്പെട്ട നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ഒക്കെ ശിഷ്യനായിരുന്നു. ആര്? വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ പിതാവായ കോയാമുട്ടി മുസ്ലിയാർ. ബഹുമാനപ്പെട്ട കോയാമുട്ടി മുസ്ലിയാർ ചേറൂര് ജുമാഅത്ത് പള്ളിയിൽ 25 കൊല്ലത്തോളം ഒരു നീണ്ട കാൽ നൂറ്റാണ്ട് കാലം ദർസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ പറപ്പൂർ ജുമാഅത്ത് പള്ളിയിലും വാളക്കുളം പള്ളിയിലും നീണ്ട കാലത്ത് ദർസ് നടത്തിയ ആളായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ വാപ്പ കോയാമുട്ടി മുസ്ലിയാർ. അങ്ങനെ ഈ കോയാമുട്ടി മുസ്ലിയാർ വാളക്കുളത്ത് കാരാട്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പുത്രി ഫാത്തിമ എന്നിവരെ വിവാഹം ചെയ്തു. അങ്ങനെ അവർ വാളക്കുളത്ത് തന്നെ വീടുണ്ടാക്കി താമസം. അങ്ങേരുടെ കുടുംബം വാളക്കുളം നവറല്ലാഹു മർക്കദ വാളക്കുളം എന്ന പ്രദേശത്തേക്ക് നീങ്ങാനുണ്ടായ കാരണം ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദിന്റെ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ സഹോദരന്മാരായിരുന്നു അഹമ്മദ് മുസ്ലിയാർ, കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ, അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ. അഹമ്മദ് മുസ്ലിയാർ 1334 വഫാത്തായി. കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ, അബ്ദുറഹ്മാൻ മുസ്ലിയാർ വഫാത്താകുന്നത് 1347 അഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ എന്നിവർ വഫാത്താകുന്നത് 1342 നവ്വറല്ലാഹു മറാഖിദഹും. ഇവരൊക്കെയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സഹോദരന്മാർ. ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രാഥമിക പഠനം പിതാവിൽ നിന്ന് തന്നെയാണ്, കോയാമുട്ടി മുസ്ലിയാരിൽ നിന്ന് തന്നെയാണ് ആരംഭിച്ചത്. ഉപരിപഠനത്തിനായി നാദാപുരം ജുമാഅത്ത് പള്ളിയിലേക്കാണ് ബഹുമാനപ്പെട്ടവർ പിന്നീട് പോയത്. അന്ന് അവിടെ മുദർരിസായി സേവനം ചെയ്യുന്നത് ബഹുമുഖ വ്യക്തിത്വത്തിന്റെ ഉടമയായ ധാരാളം ശിക്ഷഗണങ്ങളുള്ള അറിയപ്പെട്ട പണ്ഡിതനായിരുന്ന അഹമ്മദ് ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നു. അഹമ്മദ് ഷിറാസി എന്ന് പറഞ്ഞ നാദാപുരത്ത് അവരുടെ മക്കളൊക്കെ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. നവ്വറല്ലാഹു മറാഖിദഹും. അവര് മലപ്പുറത്തുകാരായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടാം ഒരു ദിവസം. നമുക്ക് ഇൻഷാ അല്ലാഹ് മലപ്പുറത്ത് അരിപ്ര എന്ന് പറയുന്ന ഇവിടെ മങ്കട ഭാഗത്തുള്ള ഒരു പ്രദേശത്തുകാരായിരുന്നു ബഹുമാനപ്പെട്ട ഷിറാസി ഉസ്താദ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം നമുക്ക് ഷിറാസി ഉസ്താദ് പഴയകാല പണ്ഡിതനായിരുന്നു. മഖ്ദൂം ദർസിൽ നിന്ന് പൊന്നാനിയിൽ നിന്ന് അവിടേക്ക് പോയതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, പരിചയപ്പെടണം. ബഹുമാനപ്പെട്ട ഷിറാസി ഉസ്താദ് 1326 മഹാനവറുകൾ വഫാത്തായത്.
പിന്നീട് തിരൂരങ്ങാടി നടുവിലെ പള്ളിയിൽ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ 1325 മഹാനവറുകൾ വഫാത്തായത്. നമ്മൾ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? എത്ര കൊല്ലത്തോളമാണ് ബഹുമാനപ്പെട്ടവർ ഹറമിൽ കഴിച്ചു കൂട്ടിയെന്നറിയോ? കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ തിരൂരങ്ങാടി പള്ളിയിലെ മുദരിസായിരുന്ന കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ 10 വർഷക്കാലമാണ് ഹറമിലും കഴിച്ചു കൂട്ടിയത്. ആരുടെ 7 നമ്മുടെ ആലി മുസ്ലിയാരുടെ ചരിത്രമായിരുന്നു നമ്മൾ പറഞ്ഞത്. അബു സവാദ് ബഹുമാനപ്പെട്ട കോടഞ്ചേരി ഉസ്താദ്. കോടഞ്ചേരി ഉസ്താദ് എന്ന് പറഞ്ഞാല് നമ്മൾ ആരൊക്കെയാണ് ഉസ്താദുമാര്? കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുടെ ഷെർവാനി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഷെർവാനി അല്ലേ, നവ്വറല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ സഹനി ദഹ്ലാന്, നബ്ഹാനിയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ അവരുടെ പണ്ഡിതന്മാരുടെ ശിഷ്യത്വം നേടി. ഫത്വൽ മൊഴീന്റെ വ്യാഖ്യാനമായി നമ്മളൊക്കെ അവലംബിക്കാറുള്ള യാനത്ത് തോലിബിന്റെ കർത്താവ് അബൂബക്കർ അഷ്അത്തയുടെ ലോകപ്രശസ്ത പണ്ഡിതൻ എന്നായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ് കൂടിയാണ്. ഫത്വൽ മൊഴി യാനത്തിന്റെ കർത്താവിന്റെ ഉസ്താദ് കൂടിയാണ് കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. മഹാനവറുകളുടെ ദർസിലേക്കാണ് പിന്നീട് ബഹുമാനപ്പെട്ട മൗലാന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ പോകുന്നത്. അതിനുശേഷം തിരൂരങ്ങാടിയിൽ നിന്ന് പിന്നെ പൊന്നാനി ജുമാഅത്ത് പള്ളിയിലാണ് പോകുന്നത്. അവിടെ അന്ന് ചെറിയ അവറാൻകുട്ടി മുസ്ലിയാരുടെയും അതുപോലെ തന്നെ മറ്റൊന്ന് മൂർക്കനാട് ആലി മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദുഹ ഇവർ രണ്ടായിരുന്നു അവിടെ ഉസ്താദുമാര്. അങ്ങനെ 1316 വേലൂർ ബാക്കിയാത്തിൽ പോയി ബഹുമാനപ്പെട്ടവർ അവിടെ 5 വർഷക്കാലം പഠനം നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാൻ. ബാക്കിയാത്തിന്റെ സ്ഥാപകൻ ബാനിയായിരുന്ന ബാനി എന്ന് ഹസ്രത്ത് ബാനി എന്ന പേരിലൊക്കെ വിളിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഷാഹ് അബ്ദുൽ വഹാബ് ഹദറത്ത് ബഹുമാനപ്പെട്ടവരും അതുപോലെ മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ ഹദറത്ത്, അബ്ദുറഹീം ഹദറത്ത് ആന്തൂർ തുടങ്ങിയ നവ്വറല്ലാഹു മറാഖിദുഹും തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാരായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് അവിടെ ഉസ്താദുമാരായിട്ടുള്ളത്. 1321 ബാക്കിയാത്തിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിച്ച ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ കോഴിക്കോട് മദ്രസത്തുൽ ജിഫ്രിയയിലാണ് ആദ്യമായിട്ട് ദർസ് നടത്തിയത്. പിന്നീട് താനൂരിനടുത്ത അയ്യായ താനാളൂർ എന്ന പ്രദേശത്തും പിന്നെ വളവന്നൂർ പഴയ പള്ളിയിലും കൽപ്പഞ്ചേരിക്കടുത്ത കാനാഞ്ചേരി പള്ളിയിലൊക്കെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പിന്നീട് ദർസ് നടത്തിയത്. അങ്ങനെ 1921 മലബാർ കലാപത്തിന്റെ ഒരു കാലഘട്ടമാണ്. ആ മലബാർ കലാപം ശക്തി പ്രാപിക്കുന്നത് 1921 എന്നൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ചരിത്രത്തിന്റെ കൂടെ പറഞ്ഞിരുന്നു അല്ലെ? ബ്രിട്ടീഷുകാരുടെ ആ ചരിത്ര ഭാഗങ്ങൾ ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തിയിരുന്നത് കാനഞ്ചേരിയിൽ തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ടവർ 1910 കാനാഞ്ചേരി ദർസ് ഏറ്റെടുക്കുന്നതും 11 വർഷക്കാലം ബഹുമാനപ്പെട്ടവർ 21 വരെ അവിടെ തന്നെയാണ് ബഹുമാനപ്പെട്ടവർ ദർസ്. 21 ശേഷം 40 വർഷക്കാലം ഏതാണ്ട് സ്വന്തം നാടായ വാളക്കുളത്ത് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ദർസ് നടത്തിയിരുന്നു. 40 വർഷക്കാലം സ്വന്തം നാടായ വാളക്കുളത്ത് തന്നെ. ബഹുമാനപ്പെട്ടവര് ഉജ്ജ്വല പ്രഭാഷകനും ആ പ്രഭാഷണത്തിന് തന്നെ ആകർഷണീയമായിട്ടുള്ള ഒരു ശൈലിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാനവറുകളുടെ ശ്രമഫലമായിട്ട് ധാരാളം പള്ളിയും മദ്രസകളൊക്കെ കേരളത്തിന്റെ മലബാറിന്റെ ഭൂമികയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്ര വസ്തുത. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പങ്ക് പലപ്പോഴും ദീനീ സേവന രംഗത്ത് ഏറ്റവും വലിയ സാമ്പത്തിക നെടുന്തൂണായിട്ട് ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വം ഉണ്ടായിരുന്നു എന്നൊരിക്കലും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല.
സമസ്തയുടെ പല മീറ്റിങ്ങുകളും പലപ്പോഴും വാളക്കുളത്ത് ബഹുമാനപ്പെട്ടവരുടെ പള്ളിയിലാണ് ചേരാറുണ്ടായിരുന്നത്. പലപ്പോഴും പല കാരണങ്ങളാവാം അള്ളാഹു അനുഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും വലിയൊരു അനുഗ്രഹം അള്ളാഹു അദ്ദേഹത്തിന് അല്പം സാമ്പത്തിക ശേഷി കൊടുത്തിരുന്നു. നമ്മുടെ സാമ്പത്തിക ശേഷിയുള്ള ചില പണ്ഡിതന്മാരെ കുറിച്ച് അല്പം സാമ്പത്തിക ശേഷി അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നുള്ള നിലക്ക് കുടുംബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ അവിടെ യോഗം ചേർന്ന് കഴിഞ്ഞാൽ യോഗത്തിനെത്തുന്ന പണ്ഡിതന്മാർക്കൊക്കെ ഭക്ഷണവും മറ്റു സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം അവിടെ നിന്ന് തന്നെ ഉസ്താദ് തന്നെ എന്തെങ്കിലും മേൽനോട്ടം നൽകി കാര്യം നടത്തിയിരുന്നു. അത് സമസ്തയുടെ പൂർവ്വകാല ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മൾ കേട്ടിട്ടില്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയെ അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിന്റെ പഴയകാല ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകാതെ പോകൂല. നിങ്ങൾ സമസ്തയുടെ ചരിത്രം ആത്മാർത്ഥമായിരുന്ന് ഒഴിഞ്ഞിരുന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ ബഹുമാനപ്പെട്ട ഗേവി ഉസ്താദിനെ പോലെയുള്ളവർ സമസ്തയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ പുറത്ത് മിഠായി തെരുവിലും മറ്റും ബക്കറ്റ് പിരിവ് നടത്തിയ ചരിത്രമൊക്കെ ഞാൻ വായിച്ചു പോയിട്ടുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ അപ്പൊ ഈ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അബ്ദുൽ ബാരി ഉസ്താദിന്റെ ഒക്കെ ഇങ്ങനെയുള്ള ഈ ഒരു വരുന്ന മൂല്യന്മാർക്കുള്ള താമസ സൗകര്യം, അതുപോലെ തന്നെ അവർക്ക് വരുന്നുള്ള യാത്ര ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനെ അതുകൊണ്ട് തന്നെ പലപ്പോഴും സമസ്തയുടെ ഈ യോഗങ്ങളൊക്കെ വാളക്കുളത്ത് വെച്ച് ചേരുന്നത് ഒരു പതിവായിരുന്നു ആ കാലഘട്ടത്തിൽ. ബഹുമാനപ്പെട്ട ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് ഉസ്താദൊക്കെ ഉള്ളത് കൊണ്ട്, ഇൻഷാ ഫൈസി ഉസ്താദ് ഉള്ളത് കൊണ്ട് കൂടുതൽ ആ വിഷയങ്ങളൊക്കെ പറയും. ബഹുമാനപ്പെട്ടവർ പാങ്ങൽ ഉസ്താദ് നവറല്ലാഹു മർക്കദ മഹാനവറുകൾ പ്രസിഡന്റായിരിക്കുമ്പോൾ ദീർഘകാലം സമസ്തയുടെ വൈസ് പ്രസിഡന്റും പിന്നീട് മരിക്കുന്നത് വരെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ വഹിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാൾ കൂടിയാണ് ബഹുമാനപ്പെട്ട പാങ്ങല് നമ്മുടെ ബഹുമാനപ്പെട്ട വാളക്കുള അബ്ദുൽ ബാരി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ. ബഹുമാനപ്പെട്ടവര് ഹിജ്റ 1362 മുതൽ 1385 അന്തരിക്കുന്നത് വരെ ഏതാണ്ട് സമസ്തയുടെ ഉന്നത സ്ഥാനത്തിരിക്കാൻ ഭാഗ്യം ലഭിച്ച പണ്ഡിതരിൽ ഒരാളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനു വേണ്ടി ബഹുമാനപ്പെട്ടവർ അർപ്പിച്ച സകല സേവനങ്ങളും ഏറ്റവും ഒരു സാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഇരു ലോകത്ത് ബഹുമാനപ്പെട്ടവരുടെ പരലോകത്ത് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാക്കി തീർക്കട്ടെ എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ടവരുടെ ജീവചരിത്രത്തിലേക്ക് പോകുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവർ ചെയ്ത സേവനങ്ങൾ ചെറുതൊന്നല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ പത്രപ്രസിദ്ധീകരണങ്ങളിൽ അക്കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സമസ്തയുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രസക്തി വിളിച്ചോതുന്ന ധാരാളം പഠനാർഹമായിട്ടുള്ള ഈടിട്ട ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. ഒരു വലിയ ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു. അറബിക്ക് പുറമെ എന്താണ് ഒരാളിപ്പോ ഒരു PM അതിന്റെ ഇടയിലാവും. അറബിക്ക് പുറമെ അറബി ഭാഷക്ക് പുറമെ ഉറുദു, ഇംഗ്ലീഷ്, തമിഴ്, പേർഷ്യ അതായത് ഫാർസി ഭാഷയൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിന് നന്നായി അറിയാമായിരുന്നു. അതോടൊപ്പം മലയാള ഭാഷയിലെ പണ്ഡിതൻ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട വാളക്കുള അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. അതായത് മറ്റ് വിജ്ഞാനങ്ങളെ ശാഖകളിലും ബഹുമാനപ്പെട്ടവർക്ക് അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ടവര് ധാരാളം ഫത്വകൾ നൽകിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. കാരണം ഒരു വിനയശീലത്തിന്റെ ഉടമയും, അതുകൊണ്ട് തന്നെ പല ആളുകളും ബഹുമാനപ്പെട്ടവരെ ഫത്വയ്ക്ക് വേണ്ടി സമീപിക്കുകയും ബഹുമാനപ്പെട്ടവർ ഫത്വ നൽകി കഴിഞ്ഞാൽ അത് പിന്നെ ആ ജനങ്ങൾക്കിടയിൽ ഹൃദയങ്ങളിൽ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട വാളക്കുള അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾക്ക്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റുള്ള പണ്ഡിതരിൽ നിന്ന് ഭിന്നമായിട്ട് സാമ്പത്തിക ശേഷി അല്പം ഉന്നതമായി കുറച്ച് ഉയർന്നതുള്ളത് കൊണ്ട് സർവ്വരംഗത്തും ബഹുമാനപ്പെട്ട ഉസ്താദിന് വലിയ സ്വാധീനം ലഭിച്ചിരുന്നു. ഏതായിരുന്നാലും നമ്മൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളെ പരിചയപ്പെടുമ്പോൾ
സമസ്തയുടെ വികാസത്തിന് ബഹുമാനപ്പെട്ടവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ സുന്നി യുവജന സംഘത്തിന്റെ സ്ഥാപനം ഒന്നും ഇപ്പൊ പറയണില്ല. സുന്നി യുവജന സംഘത്തിന്റെ സ്ഥാപക യോഗം, അതുപോലെ ജമിയത്ത്, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഒക്കെ തുടക്കം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ, നമ്മുടെ മുസ്ലിം സുന്നി വിദ്യാഭ്യാസ വിഷയങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ടവരുടെ സേവനങ്ങൾ നമ്മുടെ ഇപ്പൊ ഇങ്ങനെ ഓരോന്നെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ടവർ അബ്ദുൽ ബാരി മുസ്ലിയാർ പാലക്കാട് ജില്ലയിലെ ഈ ചെമ്മൻകുഴിയിൽ നടന്ന, അതുപോലെ 1929 നടന്ന സമസ്ത രൂപീകരിച്ച് ഏതാണ്ട് 4 വർഷം പൂർത്തി 4 വർഷമാകുന്ന സമയത്ത് നടന്ന പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു സമ്മേളനം, സമസ്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതും ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളായിരുന്നു. ബഹുമാനപ്പെട്ടവർ ധാരാളം പാടുപെട്ടുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ അണിനിരത്താൻ വേണ്ടി ശ്രമിക്കുകയും അത് വിജയിച്ചിട്ടുമുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അതോടൊപ്പം ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ഒരു എഴുത്തുകാരൻ, ഒരു നല്ല ഒരു എഴുത്തുകാരൻ, കിതാബൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. നമുക്കറിയാം, വളരെ നമ്മൾ അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ വിഷയങ്ങൾ അല്ലേ. ബഹുമാനപ്പെട്ട സിഹാബ് ഷെയ്ഖീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ജംഉൽ ബാരി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഉസ്താദ് എഴുതിയിട്ടുണ്ട്. പിന്നെ അൽ മുതഫർരിദ് ഫിൽ ഫിഖ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഉസ്താദ് എഴുതിയിട്ടുണ്ട്. അൽ വസീലത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് എഴുതിയിട്ടുണ്ട്. അൽ മൗലിദുൽ മൻഖൂസ്, സിറാത്തുൽ ഇസ്ലാം തുടങ്ങിയ ധാരാളം കൃതികളും ബഹുമാനപ്പെട്ടവരുടെ തുലികയിൽ നിന്ന് വെളിച്ചം കണ്ടിട്ടുണ്ട്, പുറത്തു വന്നിട്ടുണ്ട് എന്നതാണ് ചരിത്ര വസ്തുത. ഏതായിരുന്നാലും സ്വന്തം വീടിന്റെ സമീപത്ത് ബഹുമാനപ്പെട്ടവരൊരു പള്ളി ഉണ്ടാക്കിയത് സമസ്തയുടെ നമ്മൾ പല യോഗങ്ങളിലും കേട്ടത്. അവിടെ ഇബാദത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹം കേരളത്തിലെ ചില പ്രധാന കേന്ദ്രങ്ങളിലെ ലൈബ്രറി, ഇപ്പൊ നമ്മുടെ താനൂര്, അതുപോലെ തന്നെ തട്ടാങ്ങര കുട്ടിയാമൂലയിൽ ബഹുമാനപ്പെട്ടവരുടെ ലൈബ്രറി, സാലിയത്ത് ലൈബ്രറി പോലെ ബഹുമാനപ്പെട്ടവർ ധാരാളം ഗ്രന്ഥങ്ങൾ കഴിയുന്നതുമായി സംഭരിച്ച് ഒരു നല്ലൊരു ലൈബ്രറി ബഹുമാനപ്പെട്ടവർ സ്ഥാപിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ഈ സമ്പത്തൊക്കെ ദീനിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് നമ്മൾ ഈ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മുടെ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ ശില്പിയെ സ്ഥാപകനായിട്ടുള്ള ബഹുമാനപ്പെട്ട ബാപ്പുവാജിയെ ഓർക്കും. ജീവിതത്തിൽ ഒരുപാട് അല്പമൊക്കെ ചില വിഷയങ്ങളിൽ സമാനതകളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഇവ രണ്ടുപേരും. ബഹുമാനപ്പെട്ട വാളക്കുളം ഉസ്താദ് തന്റെ സകല അധിക സമ്പത്തും ദീനിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുക, അതായത് പള്ളിയിലെ ഇമാമിനും മുദർരിസിനും അതുപോലെ ഖുതുബ് ഖാനയുടെ മേൽനോട്ടത്തിനുമാണ് ബഹുമാനപ്പെട്ടവർ തന്റെ സമ്പത്തൊക്കെ അന്ന് നീക്കിവെച്ചത്. ബാപ്പുഹാജിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് എന്ന് പറയുന്ന ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതുപോലെ ഇനിയും ഒരു സമാനതയുണ്ട്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ടവരുടെ ഉറ്റമിത്രമായി ശരീക്കമാരായിരുന്നു ആര്? ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. ഇൻഷാ അല്ലാഹ് അനുഗ്രഹിച്ചാൽ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ദിവസം പരിചയപ്പെടണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ മറ്റൊന്ന് മൗലാന ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയത്തി, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ മിനിഞ്ഞാന്നോ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ നമ്മൾ ഏതാണ്ട് ഇവിടെ ഒരു ദിവസം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ മറ്റൊന്ന് ആയഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദിവസം ചർച്ച ചെയ്യണം. കൈപ്പറ്റ കരിമ്പനക്കൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ 1369 ഹിജ്റ വഫാത്തായ മഹാനവറുകളെ ഒരു ദിവസം അല്ലാഹു അനുഗ്രഹിച്ചാൽ നമുക്ക് പരിചയപ്പെടണം. അതുപോലെ മണ്ണാർക്കാട് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ 1354 മഹാനവറുകൾ വഫാത്ത്. ഇവരൊക്കെ ബഹുമാനപ്പെട്ടവരുടെ സമകാലികരാണ്. അതുപോലെ തന്നെ ശരീക്കുമാരൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളും വലിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകളിലാണ്. ഒന്ന് കോടൂരുകാരനായിട്ടുള്ള നാടുകുളങ്ങര മുഹമ്മദ്,
പറപ്പൂര് തൊട്ടിയിലെ രായൻകുട്ടി മുസ്ലിയാർ, വാളക്കുളം അലി ഹസൻ കുട്ടി മുസ്ലിയാർ, വാളക്കുളം നരിമടക്കൽ മുഹമ്മദ് മുസ്ലിയാർ, മർഹൂം ചെറള നയ്യൻ മുഹമ്മദ് മുസ്ലിയാർ, തോരപ്പ ഉണ്ണീൻ മുസ്ലിയാർ, കോട്ടൂർ അലവിക്കുട്ടി മുസ്ലിയാർ, വാളക്കുളം കുഞ്ഞാ മുസ്ലിയാർ, ചീരങ്ങൻ വലിയ പണ്ഡിത വരേണ്യന്മാര് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിലുണ്ട്. റവ്വറല്ലാഹു മറാഖിദഹും. ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ ഈ വാളക്കുളത്ത് കാരാട്ട് അബ്ദുറഹ്മാൻ മൗലവി എന്നവരുടെ പുത്രി ഫാത്തിമ എന്നവരായിരുന്നു. ഈ അബ്ദുറഹ്മാൻ അദ്ദേഹം വഫാത്താകുന്നത് ഈ കാരാട്ട് ഖാദിയായിരുന്ന ബഹുമാനപ്പെട്ടവർ 1275 മക്കയിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ടവരുടെ പിതാവിനെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ബഹുമാനപ്പെട്ടവരുടെ പിതാവ് കോയാമുട്ടി മുസ്ലിയാർ, നമ്മൾ നേരത്തെ പറഞ്ഞ തരീഖത്തിന്റെ ഷെയ്ഖൊക്കെ ആയിരുന്നു ബഹുമാനപ്പെട്ടവർ. 6 തവണ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ടെന്ന കോയമുട്ടി മുസ്ലിയാരുടെ ചരിത്രത്തിൽ പറയുന്നു. ബഹുമാനപ്പെട്ടവരുടെ ആധ്യാത്മിക ഗുരു ഔക്കോയ മുസ്ലിയാരായിരുന്നു. പരപ്പനങ്ങാടിയിലെ നഹാ കുടുംബത്തിൽപ്പെട്ടിരുന്ന ഔക്കോയ മുസ്ലിയാരാണ് ബഹുമാനപ്പെട്ടവരുടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർക്ക് ദലായിലുൽ ഖൈറാത്ത് എന്ന സലാത്തിന്റെ ഇജാസത്ത് കൊടുത്തത് മക്കയിലെ ഷെയ്ഖ് സയ്യിദ് അബ്ബാസ് ബിൻ സയ്യിദ് മുഹമ്മദ് റിൽവാൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകളാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ മറ്റുള്ളവർക്കും ധാരാളം ഈ വിഷയത്തിൽ ഇജാസത്ത് കൊടുക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയും അങ്ങനെ ഒരുപാട് ശിഷ്യ സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ. ജുമാദുൽ ആഖിർ 20 1348 ഹിജ്റ വർഷം ശനിയാഴ്ചയാണ് കോയാമുട്ടി മുസ്ലിയാർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ബഹുമാനപ്പെട്ടവരുടെ മഖബറ സ്ഥിതി ചെയ്യുന്നത് വാളക്കുളം പഴയ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിയുടെ മുൻവശത്താണ് എന്നാണ് പറയപ്പെടുന്നത്. ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ ഏതാണ്ട് 85 വയസ്സിനടുത്ത് പ്രായമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ മാലി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്നത് 1385 ജുമാദുൽ അവ്വൽ 2 ഞായറാഴ്ചയാണ്. ബഹുമാനപ്പെട്ടവരുടെ മഖബറ സ്ഥിതി അന്ത്യവിശ്രമ സ്ഥാനം വാളക്കുളത്ത് ബഹുമാനപ്പെട്ടവർ നിർമ്മിച്ച മസ്ജിദുൽ മൗലവിയയുടെ മുൻവശത്ത് തന്നെയാണുള്ളത്. പോയവർക്കറിയാം. ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ, 2 ഭാര്യമാരിൽ ഒരു ഭാര്യ വാളക്കുളത്ത് തന്നെ വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട കോഴിക്കോടൻ കുട്ടി ഹസൻ എന്നവരുടെ സാഹിബിന്റെ പുത്രി ആയിഷക്കുട്ടി. നെല്ലിപ്പറമ്പ് ഓടക്കൽ ഖാദിയായിരുന്ന മുഹിയുദ്ദീൻ കുട്ടി മൗലവി. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്ന 1340 മകൾ ആസിയയുമായിരുന്നു ഭാര്യമാര്. അതിനു മുമ്പ് വേറെ 3 വിവാഹം ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ വിവാഹം ചെയ്തിരുന്നു. ഒന്ന് കക്കാട് കല്ലിങ്ങൽ കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്ത മക്കി ഉമ്മ എന്ന മഹദി ആകസ്മികമായി നിര്യാതിയാവുകയുണ്ടായത്. പിന്നൊന്ന് കോടൂര് വടക്കേ മണ്ണയിലെ ചേലശ്ശേരി കുടുംബത്തിൽ നിന്ന് തന്റെ ഗുരുവര്യനായ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പുത്രിയെയും, അങ്ങനെ രണ്ട് കുടുംബത്തിൽ നിന്നും പിന്നെ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പുത്രിയെ വിവാഹം ചെയ്തിരുന്നു. ആ ബന്ധം ഇടക്കാലത്ത് അറ്റുപോവുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവിതത്തിൽ സന്താന ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നതാണ്. ബാപ്പു ഹാജിയുടെ ചരിത്രവും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ചരിത്രവും ഒരു സമാനതയുണ്ട് എന്ന് ഞാൻ പറയാൻ അതുകൊണ്ട് ജീവിതത്തിലെ സകല വലിയ സമ്പന്നത നൽകിയപ്പോൾ ആ സമ്പന്നതൊക്കെ ദീനിന് വേണ്ടി ചെലവഴിച്ച് അള്ളാഹു അങ്ങനെ ചിലപ്പോൾ ഭാഗ്യം കൊടുത്തായിരിക്കാം. അതാണല്ലോ നമ്മൾ അതിലെ പോസിറ്റീവായിട്ട്, ഒരു വിഷയത്തെ പോസിറ്റീവായിട്ട് കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടല്ലോ. ഒരു മക്കളതിനേക്കാളേറെ പട്ടിക്കാട് ജാമിയ നൂരിയയിലെ മക്കളുടെ പ്രാർത്ഥന സ്വന്തം മക്കളെക്കാൾ വലിയ അടങ്ങിയ പ്രാർത്ഥനയല്ലേ. പട്ടിക്കാട് കോളേജിൽ പഠിച്ച് ഇറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും ബഹുമാനപ്പെട്ട ബാപ്പു ഹാജിക്ക് കൊടുക്കുന്ന ഒരു പ്രാർത്ഥന
സ്വന്തം മക്കളുടെ ഒരു പക്ഷെ കിട്ടാത്തതിലും അങ്ങേയറ്റത്തെ ഒരു പിതാവിനെ ഒരു അഭിനെ പോലെ കണ്ടു കൊടുക്കുന്ന ഒരു പ്രാർത്ഥന. അള്ളാഹു നൽകുന്ന ഒരു ഭാഗ്യങ്ങളായിരിക്കും അതൊക്കെ. അങ്ങനെ ചിലതൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. ആ ഒരു ഭാഗ്യം അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം ഒരു പക്ഷെ ഒരു മക്കളിലൂടെ ഒക്കെ ആണെങ്കിൽ ഈ സമ്പത്ത് മറ്റൊരു നിലക്ക് പോകുമ്പോൾ ഇത്രയൊക്കെ കിട്ടുന്ന പ്രാർത്ഥനകൾ മറ്റൊരു നിലക്ക് പോകാതിരിക്കാൻ അള്ളാഹു കൊടുത്തതായിരിക്കാം. നമ്മൾക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാറുള്ളത്. ഇതിന്റെയൊക്കെ മനോവിഷമം പലപ്പോഴും അനുഭവിക്കേണ്ടി വന്നൊരു വ്യക്തി എന്നുള്ള നിലക്ക്, നേരിട്ട് അനുഭവിച്ച ഒരു ദീർഘകാലം അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്കതിനെ കുറിച്ച് പറയാൻ കഴിയും. നമുക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവചരിത്രത്തിൽ ഇന്നും വാളക്കുള ഉസ്താദിന്റെ പേരിൽ ഒരിക്കലെങ്കിലൊക്കെ ഒരു ഫാത്തിഹ അല്ലെങ്കിൽ ഓർക്കാതെ പോകുന്ന റഹ്മത്ത് ഒരു നവ്വറല്ലാഹു മർക്കദ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഇല്ലാതെ കടന്നു പോകുന്ന ഒരു ദിവസം ഉണ്ടാകാൻ പ്രയാസമാണ് അല്ലെ? കേരളത്തിലെ എത്രയോ പള്ളികളിൽ ഈ സംഭാവന അള്ളാഹു നൽകിയ ഈ വലിയ സമ്പത്ത് ദീനിന്റെ മാർഗത്തിലാണ്ട് വഖഫ് ചെയ്ത് ഒഴിവാക്കാനുള്ള വലിയൊരു മനസ്ഥിതി തനക്ക് ശേഷം ഒന്നുമില്ല എന്നുള്ള അള്ളാഹു കൊടുത്ത വലിയ അനുഗ്രഹമാണ്. തൽക്കാലം ഞാൻ ഇത് ദീർഘിച്ച് പറയേണ്ട ഇതാണ്. സമസ്തയുമായുള്ള ബന്ധം ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം ഇല്ലെങ്കിൽ സമദ് വൈസ് ഉസ്താദ് ആ വിഷയം ഇവിടെ പറയും. ഞാൻ സമയം 1 മണിയായി. നമ്മൾ അരമണിക്കൂറിന്റെ നിലയിലേക്ക് നീണ്ടു പോകണ്ട. അള്ളാഹു അനുഗ്രഹിച്ചാൽ സമസ്തയുടെ ചരിത്രം പറയുമ്പോൾ ബാക്കി ബഹുമാനപ്പെട്ടപ്പോൾ നമ്മൾ ഉസ്താദിന്റെ കുടുംബ പശ്ചാത്തലം മറ്റൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി സമസ്തയുടെ ചരിത്രവും നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ നമുക്ക് സുന്നി യുവജന സംഘത്തിന്റെ സ്ഥാപനം, ആദ്യത്തെ SKSFന്റെ ബ്രാഞ്ച് ഏത്, ആദ്യത്തെ SYSന്റെ ബ്രാഞ്ച് ഏത്, ആദ്യത്തെ മദ്രസ ഏത് ഒക്കെ രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെയൊക്കെ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ഒരു ക്വിസ് കോമ്പറ്റീഷനിലെ ചോദ്യങ്ങൾക്ക് വരെ ചോദിക്കാൻ കഴിയുന്ന സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുമ്പോൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. ഒന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യുന്ന ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നത് വായിച്ച് കോറിയിട്ട കാര്യങ്ങൾ പറയാ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വീണ്ടും വീണ്ടും പഠിക്കാനും ഇത്തരം വിഷയങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുമുള്ള തൗഫീക്കിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും.